ഇപ്പോൾ വരുന്നൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് അറിയിക്കുന്നത്. ലഷ്കർ ഭീകരൻ സെയ്ഫുള്ള കസൂരിയാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന വാർത്ത വരുന്നു. അക്രമത്തിന് മുമ്പ് ഭീകരർ ഹോട്ടലുകളിൽ നിരീക്ഷണം നടത്തിയിരുന്നുവെന്നും വാർത്ത. NIA സംഘം ശ്രീനഗറിലെത്തി എന്ന വാർത്തയും ശ്രീനാഥ് ചന്ദ്രൻ സ്ഥിരീകരിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഇവർ ഹോട്ടലുകളൊക്കെ നിരീക്ഷണം നടത്തി ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്താൻ തീരുമാനമെടുത്തിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും SKN, ഏപ്രിൽ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള സമയത്താണ് ഭീകരർ ഈ മേഖലയിലെ ഹോട്ടലുകളിലും മറ്റും നിരീക്ഷണം നടത്തി ആളുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നു, എവിടെ ആക്രമണം നടത്തിയാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നിരീക്ഷണം നടത്തി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഏപ്രിൽ 1 മുതൽ 7 വരെ ഭീകരർ സജീവമായി ഈ മേഖലയിൽ ആകെ നിരീക്ഷണം നടത്തിയിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയോടെ നടപ്പാക്കിയത് എന്നൊരു സൂചന കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ ആര് എന്ന ചോദ്യത്തിന് ഏതാണ്ട് ചില സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ലഷ്കർ തൊയ്ബ ഭീകരൻ സെയ്ഫുള്ള കസൂരിയുടെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത്. അദ്ദേഹം ഈ ലഷ്കറിൻ്റെ നേതൃസ്ഥാനത്ത് പരിശോധിക്കുമ്പോൾ ഹാഫിസ് സയ്യിദിന് പിന്നാലെ 2-ാം സ്ഥാനത്ത് കണക്കാക്കപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഈ മുംബൈ ഭീകരാക്രമണം അടക്കമുള്ള കാര്യങ്ങളിൽ ഹാഫിസ് സയ്യിദിനോടൊപ്പം നിന്നിട്ടുള്ള ആളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ലഷ്കറിൻ്റെ ഒരു പിന്തുണ ഏതായാലും ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനുണ്ട്. കാരണം ലഷ്കറിൻ്റെ ഒരു നിഴൽ സംഘടന തന്നെയാണ് ഈ മറ്റൊരു പേരിലാണെങ്കിൽ പോലും ഈ റെസിസ്റ്റൻ്റ് ഫ്രണ്ട്. അതുകൊണ്ട് ലഷ്കറിൻ്റെ ഒരു നേതൃത്വം ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് സെയ്ഫുള്ള കസൂരിയാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അത്തരം സൂചനകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഏതായാലും NIAയുടെ 2 സംഘങ്ങളാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സംഘം ഇതിനോടകം തന്നെ ശ്രീനഗറിലെത്തി. അവിടെ അവർ അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 2-ാമത്തെ സംഘം അല്പസമയത്തിനകം തന്നെ പഹൽഗാമിലേക്ക് ഈ ആക്രമണം നടന്ന ഇടത്തേക്ക് നേരിട്ട് എത്തുകയും ചെയ്യും. അവിടെ അവർ അന്വേഷണം നടത്തുകയും ചെയ്യും. ഇപ്പോൾ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ഈ ദില്ലിയിലെ വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നതാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം മന്ത്രിസഭാ യോഗം കൂടി ചേരാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി NIA സംഘത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ഈ യോഗത്തിലേക്ക് കൈമാറും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN.